നമുക്ക് സിമ്പിളായിട്ടൊരു ഇറച്ചി കേക്ക് അല്ലെങ്കിൽ ഇറച്ചിപ്പോള ഉണ്ടാക്കാം. അതിനായിട്ട് ഏകദേശം ഒരു 300 ഗ്രാം ഇറച്ചി ഒന്ന് ജസ്റ്റ് വേവിച്ചെടുക്കാം. പിന്നെ ഒരു 3 സവാള, ഒരു 3 അള്ളി വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് കരിവേപ്പ്, ഒരു 2 പച്ചമുളക് ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ട് നമുക്ക്. അപ്പോൾ ഇതൊക്കെ ഒന്ന് കൊത്തി അരിഞ്ഞ് മാറ്റി വെച്ചതിന് ശേഷം ഇതൊന്ന് വേവിച്ചെടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ജസ്റ്റ് പാനിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചതിന് ശേഷം ഇതൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം. നമുക്ക് ഇതിലോട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ ഒന്ന് കുറച്ച് സ്പൈസി മസാല കിട്ടും. ഞാനിവിടെ ഫ്ലേക്സ് ഇല്ലാത്തത് കൊണ്ട് കുറച്ച് ചില്ലി ആഡ് ചെയ്തു. എന്നിട്ട് ഉള്ളിയിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാം നമുക്ക്. അതിനോടൊപ്പം മസാല കൂടി ചേർക്കേണ്ട ആവശ്യമുണ്ട്. എല്ലാ മസാലേൻ്റെ ഒന്നും ആവശ്യമില്ല. മല്ലി മുളക് പൊടി അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് കുറച്ച് ഗരം മസാല, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ കുറച്ച് മീറ്റ് മസാല ഞാൻ ആഡ് ചെയ്തത്. മീറ്റ് മസാല, ചിക്കൻ മസാല ഒക്കെ ഉള്ളത് വെച്ചുകൊണ്ട് നോക്കാം. അതിനോടൊപ്പം തന്നെ കുറച്ച് കുരുമുളക് പൊടിയും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ലൈറ്റായിട്ട് ആഡ് ചെയ്തതിന് ശേഷം, ഭയങ്കര മസാലേൻ്റെ ആവശ്യമില്ല, ലൈറ്റായിട്ട് മതി. എന്നിട്ട് ജസ്റ്റ് ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കേണ്ടതുണ്ട്. ഭയങ്കര കളറ് മാറേണ്ട ഒന്നും ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് വഴറ്റിയാൽ മതി. അപ്പോൾ നമ്മുടെ ഇറച്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഏകദേശം. എന്നിട്ട് ഇതൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കേണ്ട ആവശ്യമുണ്ട്. ജ്യൂസി ആവണ്ട, ജസ്റ്റ് ഒന്ന് സ്ലൈസ് ആയിട്ട് മതി, കിട്ടിയാൽ മതി. അപ്പോൾ അത് അടിച്ചെടുക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു 5 മുട്ട കുറച്ച് പാലും ചേർത്ത് ഇവിടെ അടിച്ച് റെഡിയാക്കി വെക്കുന്നുണ്ട്. അതിലോട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യാം, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പം അതിലോട്ട് കുറച്ച് മൈദപ്പൊടി ഇട്ടാലൊന്ന് തിക്നെസ് കിട്ടും. അപ്പോൾ പെട്ടെന്ന് ആവാനും തിക്കായിട്ടൊന്ന് കിട്ടാനും ഒക്കെയാണ് മൈദപ്പൊടി ഇടുന്നത്. അതിനുശേഷം ഈ മുട്ടയുടെ ഇതിലോട്ട് നമ്മുടെ ഇറച്ചി, നമ്മൾ മറ്റേ മിക്സി അടിച്ച് വെച്ച ഇറച്ചി ആഡ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അത് മൊത്തം അതിലോട്ടിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഈ ഒരു മൈദ കട്ട പിടിച്ച് ഇതൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ആക്കിയിട്ട് ഇനി നമുക്ക് പാനിൽ ഒന്ന് കുക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഞാൻ ഇവിടെ പാനിൽ നെയ്യാണ് വെക്കേണ്ടത്. നെയ്യില്ലാത്തത് കൊണ്ട് ബട്ടർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ പാനിൽ നന്നായിട്ട് ബട്ടർ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഇത് നമ്മൾ പാനിലോട്ട് ഒഴിക്കേണ്ടത്. പാന് ഡയറക്റ്റ് തീയിൽ വെക്കരുത്. ഓവനൊക്കെ ആണെങ്കിൽ ഓക്കെ. ഓവനില്ലാത്തതിനെ കൊണ്ട് പാന് വേറൊരു പാത്രത്തിൽ വെച്ചിട്ട് വെള്ളം വെച്ചിട്ട് അതിലാണ് ഞാൻ കുക്ക് ചെയ്യുന്നത്. ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ള ഇതുകൊണ്ട് മാത്രം. അപ്പോൾ ഏകദേശം ഒരു 10-15 മിനിറ്റ് വേവിച്ച് അപ്പോൾ നമ്മുടെ ഇറച്ചി കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഏകദേശം. അപ്പോൾ ജസ്റ്റ് ഈ മുട്ടൊക്കെ ഒന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം എടുത്ത് ജസ്റ്റ് ഒന്ന് മറിച്ചിടുക. അപ്പോൾ 2 ഭാഗവും നമുക്ക് റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ ഇന്നത്തെ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.